നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ എൻ്റെ റെസിപ്പി മോര് കറിയല്ല, മോര് കാച്ചിയതല്ല, രസവുമല്ല. ഒരു മോര് രസം. നോയമ്പിൻ്റെ സമയത്ത് ചോറിന് കൂട്ടാൻ എക്സലൻ്റ് ഒരു സൈഡ് ഡിഷാണ്. വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റെസിപ്പി കണ്ടു നോക്കാം. ഇതിനായിട്ട് അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ് വേണ്ടത്. ഒരു പ്രത്യേക രീതിയിലാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ഇഞ്ചി ഒരു ചെറിയ പീസ്, 3 പച്ചമുളക്, 1 ടീസ്പൂൺ ജീരകം, 3 അല്ലി വെളുത്തുള്ളി, കുരുമുളക്, ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക. അരഞ്ഞു പോകരുത്, പക്ഷേ ചതയുന്ന പാകത്തിൻ്റെ കുറച്ചുകൂടെ മുമ്പിലേക്കാകണം. പിന്നെ വേണ്ടത് 1.5 കപ്പ് കട്ടത്തൈരാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇതുപോലത്തെ ഒരു ഹാൻഡ് ബീറ്റർ വെച്ച് നന്നായിട്ട് അടിച്ചെടുക്കുക. മിക്സിയിലിട്ട് നമ്മൾ അടിച്ചെടുത്താൽ കുറച്ചുകൂടി അങ്ങ് വാട്ടറി ആയിപ്പോകും. എത്രമാത്രം തൈരെടുക്കുന്നോ അതിൻ്റെ പകുതി വെള്ളം കൂടെ ചേർക്കുക. 3/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു ചട്ടി ചൂടാക്കുക. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉലുവായും കൂടെ ചേർത്ത് കൊടുക്കുക. ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ചെറു തീയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. തീ ഏറ്റവും ലോ ആയിരിക്കണം. ഇതിൻ്റെ പച്ചമണമൊന്ന് മാറി വരുമ്പോഴത്തേക്കും ഒരു ചെറിയ തക്കാളി, അധികം പുളിയില്ലാത്തതാണ്, ഇതും കൂടെ ഇതിലേക്കിട്ട് കൊടുക്കുക. ഈ തക്കാളിയും ഈ ചതച്ച ഇൻഗ്രീഡിയൻസും കൂടെ ചേർന്ന് നന്നായിട്ടൊന്ന് വഴന്ന് തക്കാളി നല്ല സോഫ്റ്റായിട്ട് വരണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ കൂടാതെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. അത് കറിക്കൊരു കളറ് കിട്ടാൻ മാത്രമാണ് ചേർത്തത്. ഈ തക്കാളി നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം, നമ്മൾ നേരത്തെ ഇൻഗ്രീഡിയൻസ് എല്ലാം ചതച്ച് വെച്ച് ആ മിക്സിയുടെ ബൗള് കഴുകി ആ 3/4 കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിക്കുക. തീ ഒരു മീഡിയം ഹീറ്റിലേക്ക് ആക്കുക. ഇത് നന്നായിട്ട് തിളച്ച് ഏകദേശം ഒരു 7-8 മിനിറ്റ് എടുക്കും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം. തിളച്ച് കംപ്ലീറ്റ് ഇത് പറ്റി വരണം. ഒട്ടും ചാറ് കാണരുത്. ഇവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നന്നായിട്ട് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ പറ്റി വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു, കാരണം ചട്ടിക്ക് നല്ല ചൂടുള്ളതും കൊണ്ട്. ഓഫ് ചെയ്തതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മോരും വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രം സ്റ്റൗ ഓണാക്കുക. സ്റ്റൗ ഒരു ലോ ഹീറ്റിൽ മാത്രം ഓണാക്കിയാൽ മതി. ഇത് തിളച്ചാൽ ഇത് മോര് നന്നായിട്ട് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ ഹീറ്റിൽ തന്നെ വെച്ച് ഇളക്കി മോര് കാച്ചുന്നത് പോലെ തന്നെ ഒരു ചെറിയ ഇതിൽ ആവി ചട്ടിയുടെ സൈഡിൽ നിന്ന് വരുമ്പോഴത്തേക്ക് അതാണ് ഇതിൻ്റെ പാകം. ഇവിടെ ഇപ്പം ചട്ടിയുടെ ആവി വന്നിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയും താളിക്കാനായിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇതിലേക്കിട്ട് പൊട്ടിക്ക് എടുക്കുക. കൂടാതെ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ചുമന്നുള്ളിയാണ്. 7 ചുമന്നുള്ളി വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർക്കുക. ഇത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് നന്നായിട്ട് മൂപ്പിച്ച് വരുമ്പോഴത്തേക്കും മൂത്ത് വന്നതിന് ശേഷം തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 4 ഉണക്കമുളക് കൂടി ഇട്ട് കൊടുക്കുക. ഇവിടെ തീ ഓഫ് ചെയ്തു, കാരണം ഈ എണ്ണയ്ക്ക് നല്ല ചൂടുണ്ട്, അല്ലെങ്കിൽ ഈ മുളക് കരിഞ്ഞു പോകും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനിയും ഈ താളിപ്പ് നമുക്ക് നേരത്തെ
ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മോര് കൂട്ടാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വളരെ രുചികരമായ ഒരു സൈഡ് ഡിഷാണിത്. പെട്ടെന്നുണ്ടാക്കുകയും ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ കൂട്ടുകാരെ. ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് ഷൈന തോമസ്. അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ നിങ്ങളുടെ അരികിലേക്ക് ഓടിയെത്തുന്നതായിരിക്കും. താങ്ക് യു.